അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സമ്മർ സ്പെഷ്യലും അതുപോലെ തന്നെ ഒരു ഇഫ്താർ സ്പെഷ്യലും ആയിട്ടുള്ള ഒരു മോക്ടെയിലാണ് കേട്ടോ. അത് നമ്മുടെ ചക്കക്കുരു വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നാട്ടിൽ നിന്ന് ചക്ക കൊടുന്നപ്പോൾ അതിൻ്റെ കുരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും വേണ്ടിയില്ല ഒരു മോക്ടെയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാണാനും നല്ല കിടിലൻ ലുക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മോക്ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ചക്കക്കുരു വെച്ചിട്ടൊരു ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് അളവിൽ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കുക്കറിലിട്ട് വേവിക്കണം. ഇതിപ്പോൾ 2 കപ്പ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ഇത്രയ്ക്കൊന്നും ആവശ്യമില്ല. പക്ഷേ ഞാൻ എന്തായാലും വേവിക്കില്ല എന്ന് വിചാരിച്ചിട്ട് 2 കപ്പ് ഇട്ടു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേവിച്ചതിന് ശേഷമാണെങ്കിലും മാറ്റി വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലെടുത്തിട്ട് മിൽക്ക് ഷേക്ക് ആക്കി എടുക്കുകയും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 6 വിസിലടിക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ചക്കക്കുരു മിൽക്ക് ഷേക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വയ്ക്കുക. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ട് ഒരു 6 വിസിലടിച്ചതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കട്ടെ. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് ചൂട് പൊക്കോട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചക്കക്കുരു നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ പ്ലാസ്റ്റിക് പോലത്തെ വൈറ്റ് കവർ ഉണ്ടല്ലോ, അതങ്ങോട്ട് കളയാം. ആ ബ്രൗൺ കളർ കളയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് കളയാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കത്തി വെച്ചിട്ട് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ ആ പ്ലാസ്റ്റിക് പോലത്തെ കവർ പെട്ടെന്ന് ഇങ്ങോട്ട് പോരും. എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം നമുക്കിതൊന്ന് നല്ല പോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈത്തപ്പഴം ഉണ്ടല്ലോ, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ എത്രത്തോളം ചക്കക്കുരു എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കറിയാമല്ലോ, നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്നതല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചതിന് ശേഷം നോക്കുക, മധുരമൊക്കെ നോക്കുക. അതേപോലെ ഇതിൻ്റെ ലൂസും വല്ലാണ്ട് തിക്കാവാൻ വേണ്ട, നല്ല പോലെ ലൂസാവാൻ വേണ്ട. ആ ഒരു നിലക്ക് നമുക്കിതൊന്ന് ഷേക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബീറ്റ്റൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി വലിയൊരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് കുറച്ച് ബീറ്റ്റൂട്ട് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ റെസിപ്പി ഇതിലിട്ടിട്ടില്ല, അത് നമ്മൾ ഓൾറെഡി ഡ്രസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയിലുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഗ്ലാസ് നല്ല വലിയൊരു ഗ്ലാസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 5 ടേബിൾ സ്പൂൺ ബീറ്റ്റൂട്ട് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി മധുരമുള്ളത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഈ ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ് നിർബന്ധമാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു ഗ്ലാസ് ഇറക്കി വെച്ചിട്ട് നമ്മൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്ന പോലെ നല്ല പോലെ കുലുക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ നല്ല പോലെ കുലുക്കിയതിന് ശേഷം നമ്മളൊരു ടീസ്പൂൺ എടുത്തിട്ട് അതിലെ മധുരം ആ പുളി ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബീറ്റ്റൂട്ട് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അഥവാ പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അത് നല്ലപോലെ ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം നോക്കിയാൽ മതി, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ജ്യൂസൊക്കെ നല്ല കുലുക്കി സർബത്ത് പോലെ നമ്മൾ കുലുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മോക്ടെയിൽ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഗ്ലാസ് അടുത്ത് വെക്കുക. എന്നിട്ട് ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഈ ബീറ്റ്റൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഐസ് ക്യൂബും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല തണുപ്പാണല്ലോ. പിന്നെ ചക്കക്കുരു മിൽക്ക് ഷേക്കും നല്ല തണുപ്പുണ്ട്. അപ്പോൾ പിന്നെ ഓവറായിട്ട് തണുപ്പ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചാൽ മതിട്ടോ, ഹാഫായിട്ട് ഒഴിക്കേണ്ട. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ടീസ്പൂൺ വെച്ചിട്ട് ആ ടീസ്പൂണിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നമ്മൾ ദോശമാവ് കുഴിക്കുന്ന ഒരു കുഴിയുള്ള കയ്യിലുണ്ടല്ലോ, ആ കയ്യിൽ ഈ ടീസ്പൂണിൻ്റെ മുകളിലേക്ക് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. നല്ല സ്പീഡിൽ ഒഴിക്കരുത്, ശ്രദ്ധിച്ചൊഴിക്കുക, അല്ലെങ്കിൽ പിന്നെ അടിയിലേക്ക് പോകും. അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ഭംഗിയൊന്നും കിട്ടില്ല. അപ്പോൾ ഇതേപോലെ ആ ടീസ്പൂൺ ഒന്നിങ്ങനെ കറക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് ഈ ഷേക്ക് ഒഴിക്കാൻ പറ്റും. ശ്രദ്ധിച്ചൊഴിക്കുക കേട്ടോ. ഈ സെറ്റ് ചെയ്തെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് കേട്ടോ. അപ്പോൾ അത് കൊളാവാൻ നമ്മുടെ ആ ഒരു സ്പീഡ് മതി. അപ്പോൾ സ്പീഡില്ലാതെ പതുക്കെ ഈ ടീസ്പൂൺ കണ്ടില്ലേ, ഈ ടീസ്പൂൺ ഇങ്ങനെ കറക്കുന്നതിനനുസരിച്ച് എല്ലാ ഭാഗത്തും ഒരേപോലെ വരും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒഴിച്ച് തീർക്കാതെ പതുക്കെ ഒഴിക്കാൻ നോക്കുക. അത്രയും കാര്യമായിട്ട് പറയുന്നത് തന്നെ ഇത് അതിൻ്റെ ആ ഭംഗി പോകണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഈ ഒരു ലെവൽ വരെ മതി നമുക്കിതിൻ്റെ ഷേക്ക് ഒഴിക്കൽ. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു മിൽക്ക് ഷേക്ക് വെച്ചിട്ടുള്ള നമ്മുടെ മോക്ടെയിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചക്കക്കുരു ഷേക്ക് അടിക്കുന്ന സമയത്ത് ഈത്തപ്പഴം ഇടണം എന്നുള്ള കാര്യം ഒരു നിർബന്ധമില്ല കേട്ടോ. ചക്കക്കുരു തന്നെ അടിച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അടിച്ചാൽ നമുക്ക് മാത്രമേ അറിയുള്ളൂ ചക്കക്കുരു ആണെന്നുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.